ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഗായ്സ്, ഇന്ന് പെരുന്നാളാണ് ഗായ്സ്. ഈദ് മുബാറക് എല്ലാവർക്കും. അപ്പം നമുക്ക് പെരുന്നാൾ വിശേഷങ്ങൾ കാണാം. ഓക്കെ. ഹലോ ഗായ്സ്, ഇന്ന് ഞാൻ പെരുന്നാൾ ഡേ ആണ് കാണിക്കാൻ പോകുന്നത് ഗായ്സ്. അങ്ങനെ രാവിലെ എണീച്ച് നിസ്കാരമൊക്കെ കഴിഞ്ഞു. പെരുന്നാൾ നിസ്കാരമൊക്കെ ഉണ്ടല്ലോ, അപ്പം അങ്ങനെ നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഓതി അങ്ങനെ റൂം വൃത്തിയാക്കാൻ വേണ്ടി കഴിഞ്ഞു. ഓൾറെഡി ഞാൻ ഇന്നലെ വൃത്തിയാക്കി വെച്ചാണ് റൂം. പിന്നെ ഒന്ന് ബെഡ്ഷീറ്റും പില്ലോ കവറും അതൊക്കെ മാറ്റാനുണ്ട്. അങ്ങനെ അതൊക്കെ മാറ്റി സെറ്റപ്പാക്കി അങ്ങനെ പുതിയത് വിരിച്ച് പിന്നെ നേരെ അടിച്ചു വരാൻ വേണ്ടി കഴിഞ്ഞ് അങ്ങനെ റൂമും വീടും ഒക്കെ അടിച്ചു വാരി വൃത്തിയാക്കി. പിന്നെന്താ, ഡ്രസ്സ് മാറ്റാമെന്ന് വിചാരിച്ച് കീഴിലായിരുന്നു. അപ്പോഴാണ് എൻ്റെ അനിയൻ ഇത്താത്താൻ്റെ മോനെ എനിക്ക് ചോക്ലേറ്റ് കൊണ്ട് തന്നെ, ഈദ് മുബാറക് എന്ന് പറഞ്ഞാൽ എനിക്ക് ചോക്ലേറ്റ് കൊണ്ട് തന്നെയായിരുന്നു. അങ്ങനെ അതും കഴിച്ച് പിന്നെ വീട്ടിൽ രാവിലത്തെ നാസ്തയായിട്ട് പഴംപൊരി ആയിരുന്നു ആക്കിയത്. അതും കഴിച്ച് ഞാൻ നേരെ ഡ്രസ്സൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് പോയി ഗൈസ്. അപ്പോൾ ഗൈസ്, ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. ഞാൻ ഈ പ്രാവശ്യം ചുരിദാറാണ് എടുത്തത്. കാരണം എനിക്ക് ചുരിദാറേ ഇല്ല. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ചുരിദാറിൽ പിടിക്കുക. അപ്പോഴും എന്തെങ്കിലും മോഡൽ എടുക്കുന്നതിനായിട്ട് നല്ല ചുരിദാർ എടുക്കാറ്. ഇപ്പം എല്ലാവരും ചുരിദാറാണല്ലോ, അതുകൊണ്ട് ഞാനും ചുരിദാർ തന്നെ എടുത്ത്. വീഡിയോയിൽ ഞാൻ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്, പക്ഷെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് എല്ലാവരും സംസാരിക്കുന്ന സൗണ്ടൊക്കെ ഉള്ളതുകൊണ്ട് ഞാനതൊക്കെ കട്ട് ചെയ്തു. വോയിസ് ആയിട്ട് തന്നെ ഇടാമെന്ന് വിചാരിച്ചു. ഓൺ വോയിസിൽ ഇടാമെന്നായിരുന്നു ആദ്യം വിചാരിച്ചത്. പിന്നെ അത് കട്ട് ചെയ്ത് എഡിറ്റ് ചെയ്യുമ്പം സംസാരിക്കാൻ തന്നെ വിചാരിച്ച്. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഗൈസ്, അങ്ങനെ ഇന്നത്തെ ഡേ ഇവിടെ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നവരെ ബൈ ഗൈസ്. അയ്യോ, കട്ടായില്ലേ. പോവല്ലേ ഗൈസ്, മെയിനായിട്ടുള്ള സാധനം വിട്ടുപോയി ഗൈസ്, ബിരിയാണി. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ഇതാണ്, ബിരിയാണിയും ബീഫ് ബിരിയാണിയാണ്. അപ്പോൾ ബീഫ് ബിരിയാണിയും കച്ചമ്പറും തേരും ഒക്കെ ഉണ്ട്, അച്ചാറും ഉണ്ട്. ഞാൻ പിന്നെ പണ്ടേ അച്ചാർ ഇട്ടിട്ടില്ല ബിരിയാണിൻ്റെ ഒപ്പരം. എനിക്ക് ബിരിയാണിൻ്റെ ഒപ്പരം അച്ചാർ ഇഷ്ടമല്ല. അപ്പോൾ എന്നെപ്പോലത്തെ എത്ര ആളുണ്ടെന്ന് കമൻറ്റ് ചെയ്യട്ടോ, ബിരിയാണിൻ്റെ ഒപ്പരം അച്ചാർ ഇഷ്ടമല്ലാത്തത്. എനിക്ക് തേര് ഇഷ്ടമാണ്, ബട്ട് ഞാൻ അച്ചാർ കിട്ടില്ല, ബിരിയാണിൻ്റെ ടേസ്റ്റ് പോയി പോകുന്നിട്ട്. അങ്ങനെ ബിരിയാണിയൊക്കെ സെറ്റപ്പിൽ ഞാനിങ്ങനെ മറിച്ചൊക്കെ ഇട്ടിട്ടുണ്ട്, നല്ല റൗണ്ടിലൊക്കെ ഇട്ടാനൊക്കെ. അപ്പോൾ അങ്ങനെ നല്ല ബീഫ് ബിരിയാണി അങ്ങനെ ഞാൻ കഴിച്ചു. അപ്പം എല്ലാവർക്കും ഈദ് മുബാറക്, അസ്സലാമു അലൈക്കും. എല്ലാവരും ഭക്ഷണമെല്ലാം കഴിച്ചിരിക്കുകയാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നവരെ ബൈ.